ഹലോ ഗൈസ്, ജോബ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് കട്ട്ലേറ്റ് ആണ്. അതിന് വേണ്ടത് 4 സവാള കൊത്തിയരിഞ്ഞത്, മല്ലിയില, 4 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി. അതുകൂടാതെ നമ്മളിന്ന് എടുത്തിരിക്കുന്ന 6 മുട്ടയാണ്. 6 മുട്ട നമ്മൾ ശകലം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നമ്മൾ വെച്ചു. അതിനുശേഷം പാൻ വെച്ചു. പാൻ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചിയുടെ ഒരു പച്ച മണമൊക്കെ മാറുമ്പോഴത്തേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ശകലം ഉപ്പ്, പാകത്തിനുള്ള ഒരു ശകലം ഉപ്പിട്ട് കൊടുത്താൽ എളുപ്പം വഴണ്ട് കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം. ഒരു ശകലം ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കൂടാതെ പച്ചമുളക് ഇതിനകത്ത് ആഡ് ചെയ്യുക. പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമുക്കിത് ചെയ്യാൻ ഉരുളൻകിഴങ്ങോ ക്യാരറ്റോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കൊരു മുട്ട കട്ട്ലേറ്റ് റെഡിയാക്കാം. ഇനി നമുക്ക് ഒരു 7 ബ്രെഡ് വെള്ളത്തിൽ കുതിർത്ത് നമുക്കെടുക്കാം. നന്നായിട്ട് ബ്രെഡ് എടുക്കാം. ഇത് 8 ബ്രെഡ് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നോർമൽ വാട്ടറിൽ കുതിർത്ത് ജസ്റ്റ് നമുക്കിതുപോലെ ഈ 8 ബ്രെഡും ഒന്ന് കുതിർത്തെടുക്കാം. നമ്മൾ കുതിർത്ത് വെച്ച ഈ ബ്രെഡ് നന്നായിട്ടൊന്ന് പൊടിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് പൊടിച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഉള്ളി നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് നമ്മുടെ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ മുട്ട പൊട്ടിച്ച് വെച്ചേക്കുന്നത് ഒഴിക്കാം. ഇതൊരു തോരൻ പരുവാവണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു കുഴഞ്ഞ പരുവത്തിലേക്ക് ഒന്ന് മാറ്റി. തോരൻ പോലെ ചിക്കണ്ട. നമുക്കൊന്ന് എടുക്കുന്ന പാകം മതി. ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ 1 ടീസ്പൂൺ ഒരു കുഞ്ഞ് കറിമസാല ഇടുക. ഒരു ശകലം കുരുമുളക് പൊടി ഇടുക. നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇടുക. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. നമ്മളിത് ഒരു പാകത്തിന് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ബ്രെഡിലേക്ക് ഈ മുട്ട അതിനകത്തിട്ട് നല്ല ചൂടോടുകൂടി തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. ഇനി നമ്മൾ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാനിനകത്ത് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് ചെറിയ തീയിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് ചൂടാവട്ടെ. അതിനുശേഷം നമ്മൾ കട്ട്ലേറ്റിൻ്റെ രീതിയിൽ നമ്മൾ നല്ലണക്ക് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഇത് നമുക്ക് തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതെടുത്ത് ഇതിലൊന്ന് മുക്കിയിട്ട് ഈ മുട്ടയുടെ ഇതിനകത്തൊന്ന് മുക്കി ഈ ബ്രെഡിൻ്റെ പൊടിക്കകത്ത് മുക്കി നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുക. അതുപോലെ നമുക്കിനി ബാക്കിയുള്ളതും റെഡിയാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം നമ്മൾ ഉണ്ടാക്കി വെച്ച് ഇനി നമുക്കത് സെർവ് ചെയ്യാം. ഇതാണ് നമ്മുടെ കട്ട്ലേറ്റ്, നല്ല സോഫ്റ്റ് കട്ട്ലേറ്റ്. നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ ഏവലിനെ വിളിക്കാം.
സൂപ്പറാണ്.